ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. ഇതുണ്ടാക്കാൻ ആദ്യം 2 കപ്പ് ബസ്മതി അരി കഴുകി വെള്ളം തോരാൻ വെക്കണം. ഇനി ഒരു 700 ഗ്രാം ചിക്കൻ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും അരമുറി നാരങ്ങ പിഴിഞ്ഞതും ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം മാറ്റി വെക്കണം. ഇനി മറ്റൊരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ ഡാൽഡ ഇട്ടതിന് ശേഷം ഇതിലേക്ക് 2 പട്ടയും 4 ഏലക്കായും 8 ഗ്രാമ്പു 10 കുരുമുളകും 2 പട്ടയുടെ ഇലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. കളർ മാറി തുടങ്ങുമ്പോൾ നേരത്തെ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കണം. നന്നായി വറുത്തതിന് ശേഷം ഇതിലേക്ക് 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും അരമുറി നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കണം. നന്നായി യോജിപ്പിക്കണം. നന്നായി തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. വെള്ളം പറ്റിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി മറ്റൊരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പറങ്ങാണ്ടി കുറച്ച് മുന്തിരിങ്ങായും വറുത്തെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് 2 സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് വറുത്തെടുക്കാം. ഇനി മറ്റൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 4 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റണം. കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4 പച്ചമുളക് നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി യോജിപ്പിക്കാം. പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് 1.5 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി യോജിപ്പിക്കണം. ഇനി അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. എണ്ണ തെളിയുമ്പോൾ ഇതിലേക്ക് ചിക്കൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റണം. ഇനി അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അര ടീസ്പൂൺ ഉപ്പും ആവശ്യമുണ്ടെങ്കിൽ അല്പം 1-2 സ്പൂൺ വെള്ളവും ചേർത്ത് കൊടുക്കാം. നന്നായി വെന്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി മറ്റൊരു പാത്രത്തിൽ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് തണുത്തതിന് ശേഷം പകുതി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പുറത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അല്പം മല്ലിയിലയും നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പറങ്ങാണ്ടിയും മുന്തിരിങ്ങയും സവാളയും ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി ചോറ് ഇതിന് പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്ത്
നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും മുന്തിരിങ്ങ പറങ്ങാണ്ടി ഇവയൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. നന്നായി ആവി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ ചിക്കൻ ബിരിയാണി റെഡിയായി.